ബിജെപി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷിനെതിരെ നഗരത്തിൽ പോസ്റ്റർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് രാജേഷ് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. 15 വർഷത്തിനിടയിലെ സാമ്പത്തിക വളർച്ചയിൽ അന്വേഷണം വേണമെന്നും ബിജെപി പ്രതികരണ വേദി എന്ന പേരിലുള്ള പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. ഈ പോസ്റ്റർ വിവാദത്തിൽ വി രാജേഷ് പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. തന്നെ വ്യക്തിഹത്യ നടത്താനാണ് ശ്രമമെന്നും അന്വേഷണം വേണമെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരു തരത്തിലുള്ള ഗ്രൂപ്പുകളും ഇനി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തന്നെ ബിജെപിയിൽ പ്രസക്തമല്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ട് 2 ദിവസം തികച്ചായിട്ടില്ല. പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തതോടെ പലതരത്തിൽ ഉള്ളിലുണ്ടായിരുന്ന പാളയത്തിൽ പടകൾ പുറത്തു വരികയാണോ? അത്തരം ചില സൂചനകളാണോ വരുന്നത്? ആ സൂചനകൾ ഒരുപക്ഷെ വലിയ നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു സംശയമൊക്കെയുണ്ട്. ഈ പോസ്റ്റർ ഉയർന്നതുമായി ബന്ധപ്പെട്ട് വി രാജേഷ് എന്ത് തരത്തിലുള്ള പരാതി ആണ് നൽകിയിരിക്കുന്നത്? ഈ പോസ്റ്ററിൽ ആരോപിക്കുന്നത് എന്താണ്? സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന പിടിവലി നമ്മളേറെ ചർച്ച ചെയ്തതാണ്. അവിടെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബിജെപിയുടെ ഒരു കോർപ്പറേറ്റ് മുഖം അധ്യക്ഷ സ്ഥാനത്തേക്ക്, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അത് കൃഷ്ണദാസ് പക്ഷത്തെയും എം ഡി രമേശ് ഉൾപ്പെടെയുള്ളവരെയും അധ്യക്ഷ സ്ഥാനം കാക്ഷിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ, അതോടൊപ്പം അധ്യക്ഷനായി തുടരാമെന്ന് കരുതിയിരുന്ന കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മുഴുവൻ അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു. പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുക, അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരിക, അങ്ങനെ കോർ കമ്മിറ്റിയിൽ എത്തുക എന്നൊരു നീക്കം മറ്റ് വിശ്വസ്തരായി കെ സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. അതിനിടയിലാണ് വി രാജേഷ് അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താനിടയുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടയിൽ അത് തടയിടുന്നതിന് വേണ്ടിയിട്ടൊരു നീക്കം അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പോസ്റ്റർ പതിച്ചുകൊണ്ട് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നടത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ വി രാജേഷിന്റെ സാമ്പത്തിക വളർച്ചയുടെ സ്രോതസ് അന്വേഷിക്കണം. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ കൈവശത്തു നിന്ന് അദ്ദേഹം പണം കൈപ്പറ്റി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് പ്രധാനമായി ഇതിൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ ബിജെപിയുടെ പേരിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും ജില്ലാ കാര്യാലയത്തിന് മുമ്പിലും സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലെ പോസ്റ്ററുകൾ അവിടെ നിന്ന് വലിച്ചു കീറി കളഞ്ഞതായാണ് വിവരം. എന്തായാലും വി രാജേഷിനോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഔദ്യോഗികമായി എന്താണ് തുടർ നടപടികൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി പരസ്യമായ ഒരു പ്രതികരണത്തിനും താനില്ല. പക്ഷേ സംസ്ഥാന അധ്യക്ഷനുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. പാർട്ടി നേതൃത്വം മറുപടി പറയട്ടെ, ഞാനിതിൽ പ്രതികരിക്കുന്നില്ല, മൗനം തുടരുകയാണ്, പക്ഷേ പോലീസിന് പരാതി നൽകും, അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാണിച്ചതെന്നായിരുന്നു അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന് ഇതുമായി ബന്ധപ്പെട്ട ഇമെയിലായി പരാതി കൈമാറിയിരിക്കുന്നു. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപിയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ വി രാജേഷ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഡാൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീ വി രാജേഷ്. ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് വി രാജേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഒരു പരാതിയുമായി പോകുന്നു, തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഇത്തരം വിഭാഗീയ പ്രവർത്തനം ഉണ്ടാകുകയും ഇത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്ററുകളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ, ബിജെപി പ്രതികരണ വേദി എന്ന പേരിൽ തന്നെ പുറത്തു വരികയും ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിനകത്തൊരു സ്റ്റാൻഡ് എടുക്കണം എന്ന് രാജേഷ് അഭിപ്രായപ്പെടുന്നുണ്ടോ? അത് തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. നേതൃത്വം ഇതിന് മറുപടി പറയട്ടെ, രാജീവ് ചന്ദ്രശേഖർ അതിന് മറുപടി പറയട്ടെ. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹമാണ് വിഭാഗീയ ശ്രമങ്ങൾ ഇല്ലാതാക്കും, ഇനി ഗ്രൂപ്പ് ഉണ്ടാകില്ല ബിജെപിയിൽ എന്നൊക്കെ പ്രഖ്യാപിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുത്തത്. അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറയട്ടെ എന്നാണ് വി രാജേഷ് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണത്തിനൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല, അതിന് താൻ തയ്യാറാകുന്നുമില്ല എന്ന വിവരങ്ങളാണ്, സൂചനകളാണ് വി രാജേഷുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിജെപിക്കുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. അതിൽ വി രാജേഷിന്റെ പേര് മുമ്പോട്ട് വെച്ചുകൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും ഞാനൊന്ന് ഇടപെടാം. ബിജെപി നേതാവ് എസ് സുരേഷ് നമുക്ക് ചേരും. ശ്രീ എസ് സുരേഷ്, ബിജെപി പ്രതികരണ വേദി എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് വി രാജേഷിനെതിരായിട്ടുള്ള പോസ്റ്റർ വരുന്നത്. ഈ പാർട്ടി ഏത് തരത്തിലാണ് ഈ പോസ്റ്ററുകളെ കാണുന്നത്? ഈ പോസ്റ്റർ ഒട്ടിച്ചവർക്ക് പാർട്ടിയുമായിട്ട് ഒരു പുലബന്ധമെങ്കിലും ഉള്ളവർ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കില്ല. ഇതിന്റെ പിന്നിൽ മറ്റേതോ ശക്തികളാണുള്ളത്.
പുതിയ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞു. അപ്പോ അത് ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്ന ചില തൽപര കക്ഷികളാണ് ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ ഒരു പ്രവർത്തകരും ഇത് ചെയ്യില്ല. വി രാജേഷ് പാർട്ടിയുടെ ഇലക്ഷൻ ചാർജുള്ള ആളായിരുന്നു, ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ആരോപണമൊക്കെ ഇങ്ങനെ ഉന്നയിച്ചത് പാർട്ടിക്കകത്തുള്ള ഒരു വേദിയിലും അല്ല, പാർട്ടി പ്രവർത്തകരും അല്ല. ഇത് ശക്തമായ നടപടികൾ എടുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹവും ആണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത്. ശ്രീ എസ് സുരേഷ്, BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പണം വാങ്ങി, ഈ ആരോപണങ്ങളൊക്കെയാണുള്ളത്. ഈ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും. ആ സമയത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം പാർട്ടി വിലയിരുത്തിയതാണ്. ആ തരത്തിലാണ്, വളരെ ചെറിയ ഇതിലാണ് തോൽക്കുകയും ചെയ്തത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എവിടെ നിന്നെങ്കിലും ഉയർന്നു വന്നിരുന്നു ആ സമയത്ത്? അങ്ങനെ മനഃപൂർവ്വം തോൽപ്പിക്കാനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്ത് നടന്നു എന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു എപ്പോഴെങ്കിലും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും തൃശ്ശൂരും പാർട്ടിക്കുണ്ടായത്, കേരളത്തിലാകമാനം ഉണ്ടായത്. അതിൽ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും ഒരുപോലെ അഭിമാനിക്കുകയാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരാളിന്റെ തലയിലേക്ക് ചാരുക, അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും പാർട്ടിക്കില്ല. പാർട്ടി ഒരു പുതുജീവനും പുതു ആവേശവും ഒരു പുതിയ സമീപനവും ഒക്കെ ആയിട്ട് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നീങ്ങുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ ഏതൊരു രീതിയിലും ടോളറേറ്റ് ചെയ്യുന്ന ഒരു സമീപനമായിരിക്കില്ല പാർട്ടിയുടെ സംസ്ഥാന ഘടകം ടോളറേറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിശക്തമായിട്ടുള്ള നിലപാടുകൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എടുക്കും. പാർട്ടി പ്രവർത്തകർക്ക് പറയാൻ പാർട്ടിയിൽ ഒരുപാട് വേദികളുണ്ട്. ഇത്തരത്തിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരൊക്കെ പാർട്ടി വിരുദ്ധരാണ്, പാർട്ടിക്കാർ അങ്ങനെ ചെയ്യില്ല എന്ന് ഒരു പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകൻ എനിക്ക് 100% ഉറപ്പാണ്. ഇത് പാർട്ടി പ്രവർത്തകർക്ക് ഇതിൽ ഏതൊരു പങ്കും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കട്ടെ എന്നാണ് വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. പരാതി പോലീസിന് നൽകുമ്പോഴും അങ്ങനെ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിനകത്ത് ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് സ്റ്റേറ്റ് പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്. ഇപ്പൊ സ്റ്റേറ്റ് പ്രസിഡന്റാണ് സംസ്ഥാനത്ത്, സ്റ്റേറ്റ് പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്. അദ്ദേഹം സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പാർട്ടി വേദിയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പാർട്ടി വേദിയിലോ അദ്ദേഹം ശക്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. എസ് സുരേഷാണ്, BJP നേതാവ് എസ് സുരേഷാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ തോൽപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായതായി പാർട്ടി വിലയിരുത്തിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അഭിമാനകരമായിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ആ തരത്തിലാണ് ഞങ്ങൾ കാണുന്നത് എന്ന് എസ് സുരേഷ് പറയുന്നു. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ചില മേഖലകളിൽ പക്ഷേ കുറച്ചുകൂടി കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വോട്ട് പിടിക്കാമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് വന്ന ദിവസങ്ങളിൽ പക്ഷെ പാർട്ടിയിൽ ഉണ്ടായിരുന്നതല്ലേ? അങ്ങനെയുള്ള ചില പ്രതികരണങ്ങളും വന്നതായിരുന്നില്ലേ? അപർണ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മികച്ച പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. ആ മത്സരത്തിലാണ് കടുത്ത പോരാട്ടം ശശി തരൂരിന് സൃഷ്ടിച്ചുകൊണ്ട് വലിയ വെല്ലുവിളി ഉണർത്തുന്ന തരത്തിൽ അദ്ദേഹം അവസാന നിമിഷം വരെ ഈ മത്സരരംഗത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തത്. അവിടെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പ്രാദേശികമായ പടലപ്പിടക്കങ്ങളടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്ന വലിയ പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരനും BJP നേതൃത്വത്തിനുമുണ്ടായിരുന്നു. സംഘടനാ തലത്തിൽ വളരെ ഊർജിതമായ പ്രവർത്തനം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് അടർത്തിയെടുത്തുകൊണ്ട് വലിയ തരത്തിൽ കോൺഗ്രസിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ശശി തരൂരിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം, ഒരുപക്ഷെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വെല്ലുന്ന തരത്തിലുള്ള പ്രചാരണം കാഴ്ചവെക്കാൻ വരെ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിരുന്നു. ഞാനൊന്ന് ഇടപെടുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദും നമുക്ക് ചേരുന്നു. ശ്രീ ഷാബു പ്രസാദ്,
വോട്ട് വിഹിതം കൂട്ടുക അല്ലെങ്കിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നതായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും കുറച്ചും കൂടെ നല്ല കോർഡിനേഷൻ വേണമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പല നേതാക്കന്മാരുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായതാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ ഉയരുമ്പോൾ അത് BJP പ്രതികരണ വേദി എന്ന തരത്തിൽ ഉയരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങി തോൽപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് ഇത് പാർട്ടി കാണുക? ഇത് തള്ളിക്കളയുമോ അതോ അത്തരം ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പാർട്ടി വിചാരിക്കാനായിരിക്കുമോ സാധ്യത? ഇല്ല, എന്തായാലും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമാകാൻ പോകുന്നു. അതിന്റെ വിലയിരുത്തലുകളും പരാജയ കാരണങ്ങളും അതിന്റെ വിലയിരുത്തലുകളും എല്ലാം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പക്ഷേ ഒരു ചെറിയ മാർജിനിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടുവെങ്കിലും തിരുവനന്തപുരത്തെ ഭൂരിപക്ഷ അസംബ്ലി മണ്ഡലങ്ങളിലും മുൻപിലെത്താൻ കഴിഞ്ഞു. ആ തീരദേശ ഭാഗത്തെ ആ വോട്ടെണ്ണാൻ തുടങ്ങിയപ്പോൾ ആ തീരദേശ അവിടെയുള്ള ആ ഒരു സംഘടിത വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് അവിടെ. അതായത് കോർഡിനേഷൻ വേണ്ടിടത്തെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് കോർഡിനേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ആ തീരദേശ മേഖല എന്റെ ലൈവ് കൊടുത്തോണ്ടിരുന്നവരല്ലേ എപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ പിന്നിൽ പോയത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. തീരദേശം എണ്ണാൻ തുടങ്ങിയപ്പോൾ അപ്പൊ കോർഡിനേഷന്റെ പ്രശ്നമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ തീരദേശ മേഖലയും കൂടെ ഒപ്പം നിർത്താൻ എന്ന കാര്യത്തിൽ BJP ഇനിയും ധാരാളം മുമ്പോട്ട് പോകാനുണ്ട് എന്ന ഒരു വിലയിരുത്തലും വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു, കൊല്ലം 1 കഴിഞ്ഞു. അതിനുശേഷം ഭാരതപ്പുഴയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇനി അതിന്റെ പേരിലൊരു വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ഒന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃത്യമായിട്ട് വിലയിരുത്തൽ കഴിഞ്ഞു. പിന്നെ ഈ നാട് നിങ്ങൾ നടക്കുന്ന ഇങ്ങനെയുള്ള തന്തയില്ലാ പോസ്റ്ററുകൾക്കൊക്കെ ആരും ഉത്തരം പറയാൻ പോകുന്നേ? ആരാണ്, എന്താണ് ഇത്? അതൊക്കെ എന്താണെങ്കിലും ഇപ്പം ഒന്നാമത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പം വന്നപ്പോൾ ആകെപ്പാടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ഒരു റവർബറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും എത്രയോ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്ത് തന്നെയാണ്. അപ്പോൾ ആകെപ്പാടെ ഒരു അങ്കലാപ്പ് പൊതുവെ BJPയുടെ രാഷ്ട്രീയ എതിരാളികളിലുണ്ട്. BJP പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ പിതൃശൂന്യ പോസ്റ്ററുകൾ ഉണ്ടാകും. ആ പോസ്റ്ററുകളുടെ പ്രചാരണങ്ങളൊക്കെ ശ്രീ ഷാബു പ്രസാദ്, ഈ തരത്തിൽ ഇങ്ങനെ ആരാടെന്നറിയാത്ത പോസ്റ്ററുകൾ ഇതിനു മുൻപ് ഏറ്റവും ലാസ്റ്റ് വന്നത് പാലക്കാടാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് അന്ന് ആ പോസ്റ്റർ ഉയർന്നത് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു. അത് സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നതിലേക്ക് നയിക്കുമെന്നുള്ള ചർച്ചകളും ആ സമയത്ത് സജീവമായിട്ട് നടന്നു. അതെന്താണെങ്കിലും അത് ആ കാരണമാണെങ്കിലും അല്ലെങ്കിലും പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ചില പ്രതികരണങ്ങൾ വരുമ്പോൾ അത് വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുദ്ധികലശമോ അല്ലെങ്കിൽ വെട്ടിനിർത്തലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചർച്ചയൊക്കെ വരാൻ വഴി തുറക്കുമല്ലോ. നോക്കൂ, സുരേന്ദ്രൻ 5 വർഷം കാലാവധി പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞപ്പോൾ സുരേന്ദ്രൻ മാറി. ഇതാണ് BJPയുടെ രീതി. മുരളീധരൻ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ JP നദ്ദ മാറാൻ പോകുന്നു. അമിത്ഷാ 5 വർഷം ഇരുന്നു, അമിത്ഷാ മാറി. നിതിൻ ഗഡ്കരി 5 വർഷം ഇരുന്നു, 5 വർഷം മാറി. ഇത് BJPയുടെ സിസ്റ്റമാണ്. പിന്നെ വേണമെങ്കിൽ പലർക്കും ഇങ്ങനെ പറയാം, അന്ന് നിങ്ങൾ അതുകൊണ്ടാണ് മാറിയതെന്നൊക്കെ വ്യാഖ്യാനിക്കാം എന്നുള്ളതല്ലാതെ ഒരു സമാധാനത്തിന് പറയാം എന്നുള്ളതല്ലാതെ തന്നെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങളൊക്കെ തന്നെ കൊട്ടിഘോഷിച്ചിരുന്ന BJPയിലെ വിഭാഗീയതകൾ എന്ന് പറയുന്ന സംഭവം അതിൻ്റെ അകത്തൊന്നും കാര്യമില്ല എന്ന് ഇങ്ങനെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ്. പിന്നെ BJPയും BJPക്കകത്തെയും പുറത്തെയും ഒക്കെ BJPയുമായി ബന്ധപ്പെട്ട ഇഷ്യൂകൾ മാധ്യമങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വാർത്തയാണ്. അവരുടെ വ്യൂവർഷിപ്പിനെയും റീച്ചിനെയും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾക്കും അങ്ങനെയുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. പക്ഷെ അതിനകത്ത് ശ്രീ ഷാബു പ്രസാദ് ഒരു കാര്യം കൂടെ, അതിനകത്ത് ഒരുപക്ഷെ പുറത്തു നിന്നുള്ള അത്തരം രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ആകാമെന്നുള്ളൊരു വാദം അംഗീകരിക്കാം. പക്ഷെ അപ്പോഴും ഈ മുൻ BJPയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന ഒരാൾ ഈ 15 വർഷത്തെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നത് അത് ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ. ഇത് സംസ്ഥാന അധ്യക്ഷനോട് തന്നെ പറയുന്നത് പോലെ ഇംഗ്ലീഷിലൊക്കെയാണ് ഈ പോസ്റ്ററുകൾ അടിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംശയം. ഇത് പറഞ്ഞില്ല, മാറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പ്രസീന്ന് ആർക്ക് വേണമെങ്കിൽ പോസ്റ്റർ അടിച്ച് കിട്ടും. അപർണ
അതിനൊക്കെ എങ്ങനെ നമ്മൾ സമാധാനം പറയുന്നത്? പറയാനുള്ളതിന്റെ എങ്ങനെയാണെങ്കിലും എന്താ നേരെ വരാത്തത്? ബി ജെ പിക്ക് അതിൻ്റെതുള്ള അവസരങ്ങളുണ്ടല്ലോ, പറയാനുള്ളത് നേർക്ക് നേരെ പറയാം. അങ്ങനെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ബി ജെ പി എന്നുള്ളതല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആണെങ്കിൽ ഇതാരാണ് എന്താണ് എന്നുള്ളത് നേർക്ക് നേരെ വരണം. അല്ലാതെ കാശ് കൊടുത്താൽ ആർക്കും ഈ ലോകത്ത് പോസ്റ്റർ അടിച്ച് കിട്ടും. കാശ് കൊടുത്താൽ ആര് വേണേ കൊണ്ടുപോയി നടന്നുകളെ ഒട്ടിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ഒരു പാർട്ടി മുഴുവൻ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ ഷാബു പ്രസാദ്, വി വി രാജേഷ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു, വ്യക്തിഹത്യ, തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു. അദ്ദേഹം പറയുന്നത് സംസ്ഥാന നേതൃത്വം കൂടി ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും വി വി രാജേഷിനെ പോലെ തിരുവനന്തപുരത്ത് ഇത്രയും സുപരിചിതനായിട്ടുള്ള ഒരു നേതാവാണ്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സംസ്ഥാന നേതൃത്വം തന്റെ പുറത്ത് കളങ്കമില്ല എന്ന് പറയേണ്ട ബാധ്യതയുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടാകണം എന്നുള്ളൊരാഗ്രഹമായിരിക്കുമല്ലോ. അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? രാജേഷ് അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ അകത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ബി ജെ പിയെ ഒരു പ്രസ്ഥാനത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ അദ്ദേഹം കേസ് കൊടുക്കും, സ്വാഭാവികമാണ്. സംഘടന അതിൻ്റെ അകത്ത് ഇടപെടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് എന്താ പ്രശ്നമുള്ളത്? അതിൻ്റെ അകത്ത് അത് വളരെ സ്വാഭാവികമായ കാര്യമല്ലേ? ഓക്കെ, റൈറ്റ്. വളരെ നന്ദി. ശ്രീ ഷാബു പ്രസാദാണ് വിലയിരുത്തൽ നടത്തിയത്. ഇത് പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വിഷയമല്ല, ബി ജെ പിയെ താറടിക്കാനുള്ള ഒരു നീക്കം മാത്രമാണെന്നുള്ളൊരു വിലയിരുത്തൽ ബി ജെ പി അനുകൂലികളുടെ ഭാഗത്തുനിന്നും നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും. ഒരിക്കൽ കൂടി ഡാൻ സുരേഷ് പ്രതികരിച്ചത് ഇതിൽ സംസ്ഥാന നേതൃത്വം തന്നെ മറുപടി പറയട്ടെ എന്നുള്ളതാണ്. ആ തരത്തിലുള്ള പിന്തുണ കിട്ടുന്ന പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടോ ഈ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എങ്കിലും? അതായത് പരസ്യമായി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അതിനിങ്ങനെ ഒരു പോസ്റ്റർ ആയുധം തിരഞ്ഞെടുത്തത് എന്ന് വേണം കരുതാൻ. ഒരു കാര്യം ഉറപ്പാണ്, രാജേഷ് നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ നടത്തുന്ന അന്വേഷണത്തിൽ ഈ സമീപത്ത്, അതായത് സംസ്ഥാന കാര്യാലയത്തിനടുത്തും അതോടൊപ്പം ജില്ലാ കാര്യാലയത്തിനടുത്തുമൊക്കെ CCTV ക്യാമറകളുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിൽ ആരാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമാകുന്ന തരത്തിൽ ആ ദൃശ്യങ്ങൾ പോലീസിന് വീണ്ടെടുക്കാൻ കഴിയും. അതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാകും. അവിടെ ഇപ്പോൾ ബി ജെ പി അനുകൂലികൾ മുമ്പോട്ട് വെക്കുന്ന ഇത് പാർട്ടിയെ താറടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണങ്ങളിൽ വാസ്തവമുണ്ടോ അതോ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്കുള്ളിൽ ഉയരുന്ന വിവാദങ്ങളുടെ തന്നെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ രാജേഷിനെതിരെ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോപണം കൊണ്ട് ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് വിലയിരുത്തൽ. ഡാൻ, ഇതിൽ ഇനി പ്രതികരണം ഉണ്ടാകുന്നത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല കോൺഗ്രസിനെ കൂടി ഇത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നായിരുന്നു ഇത്തവണ എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അതുപോലും ഉണ്ടായത് പണം നൽകിയാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും ഇതിന് പ്രതികരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. കോൺഗ്രസ് ഇത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക? സംഘടനാ തലത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾക്കിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർച്ചയായി ശശി തരൂർ മത്സരരംഗത്ത് ഉണ്ടാകുന്നതും അതോടൊപ്പം തരൂരിനെതിരെ പ്രാദേശികമായി ചില നേതാക്കൾ ഉന്നയിച്ച രഹസ്യമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിനിടെ ഒരു ഘട്ടത്തിൽ തരൂർ ഇവിടെ പരാജയപ്പെടുമോ എന്ന തരത്തിലുള്ള ഒരു സന്ദേശങ്ങൾ വരെ അഭ്യൂഹങ്ങൾ വരെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് വലിയ ഭൂരിപക്ഷത്തെ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തരൂർ 15,000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ജയിച്ചു കയറുമ്പോൾ അങ്ങനെ വേണം പറയാൻ. കാരണം തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഒരു ഈസി വോക്ക് ഓവർ ആയിരുന്നു എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ മത്സരം കാഴ്ചവെച്ച് പരാജിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് കടുത്ത പോരാട്ടം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് വിജയം തന്നെയായിരുന്നു പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖറും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സംഘടനാ സംവിധാനത്തെ പരമാവധി അദ്ദേഹത്തിന് അനുകൂലമായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരു വശത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതികരണം നടത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, ശശി തരൂരാണ്. അവർ വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ അത്തരത്തിൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതോടെ
അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ കാംക്ഷിച്ചിരുന്ന നേതാക്കൾക്കിടയിലുണ്ടായിരുന്ന ഭിന്നത പരസ്യമായോ രഹസ്യമായോ മറന്നീക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നിലവിലെ വിവാദങ്ങൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം.